ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡ് ചെയ്തിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് രാഹുലിനെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലെത്തും. ഇപ്പോൾ സുപ്രധാനമായ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചിരിക്കുകയാണ്. അതിക്രൂരമായ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം പരാമർശങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. നേരത്തെ തന്നെ വന്ന FIR വിവരങ്ങളിലും ഗുരുതരമായ പരാമർശങ്ങൾ രാഹുലിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ്, ലൈംഗിക പീഡന കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നത്. ആദ്യ 2 കേസിന് സമാനമായ ഗുരുതരമായ പരാമർശങ്ങൾ. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുകയാണ്. ഷിജോ, പറയൂ, എന്തൊക്കെ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്? ജില്ലാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് SIT മജിസ്ട്രേറ്റിന് മുമ്പാകെ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. FIR-ൽ പറയുന്ന പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പ്രതിക്ക് ആവലാതിക്കാരിയെ ബലാത്സംഗം ചെയ്ത് കാമസംതൃപ്തി വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സോഷ്യൽ മീഡിയയുടെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ചു, വിശ്വാസം ആർജിച്ചു, അങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് റിമാൻഡ് റിപ്പോർട്ട്. ഇതിലെ പല കാര്യങ്ങളും നമുക്ക് പൊതുസമൂഹമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഉള്ള തരത്തിലല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് റിമാൻഡ് റിപ്പോർട്ടിലെ ആദ്യ പേജിൽ തന്നെ പറയുന്നുണ്ട്. ആദ്യ പേജിൽ FIR പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ, ഷർട്ടും പല തരത്തിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുക. അങ്ങനെ ആവലാതിക്കാരിയെ അങ്ങേയറ്റം ബ്രൂട്ടലായിട്ടുള്ള ആ പീഡനത്തിന് വിധേയമാക്കി എന്നുള്ള കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ സംഗതിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നയാൾ അതിജീവിതയെ ബലാത്സംഗം ചെയ്യുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പലതരത്തിലുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ അടക്കം സമർപ്പിച്ചുകൊണ്ടാണ് SIT മജിസ്ട്രേറ്റിന് മുമ്പാകെ ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ട് നൽകിയത്. ഈ റിമാൻഡ് റിപ്പോർട്ട് പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് രാഹുലിനെ റിമാൻഡിലേക്ക് വിടണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മജിസ്ട്രേറ്റ് എത്തുകയും ചെയ്തിട്ടുള്ളത്. ആവലാതിക്കാരിയെ അങ്ങേയറ്റം മൃഗീയമായ തരത്തിൽ രാഹുൽ പീഡനത്തിന് വിധേയമാക്കി എന്നുള്ളതുണ്ട്. ലൈംഗിക വൈകൃതത്തിന് ഉടമയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡ് റിപ്പോർട്ടും FIR-ഉം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ചെയ്തികൾ കൃത്യമായിട്ട് പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ആവലാതിക്കാരിയെ സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നു. ആ പരിചയം ലൈംഗിക താല്പര്യത്തോടു വേണ്ടിയായിരുന്നു, ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അതിനുശേഷം ആ യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് അതിഗുരുതരമായിട്ട് പീഡനത്തിന് വിധേയമാക്കുന്നു. അത്തരത്തിലുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ ഇതിനകത്തുണ്ട്. അങ്ങനെ പ്രതിക്ക് ഒരു തരത്തിലും ജാമ്യം നൽകരുത്, പ്രതി സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്, തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് നിരവധി വീട്ടമ്മമാരെയും അവിവാഹിതകളായ യുവതികളെയും വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ദുരുപയോഗം ചെയ്തിട്ടുള്ളയാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രതിയും അതിജീവിതയും തമ്മിലുള്ള ചാറ്റുകളും അതിജീവിതയുടെ നഗ്ന വീഡിയോകൾ പകർത്തിയ പ്രതിയുടെ ഉടമസ്ഥയിലുള്ള മൊബൈൽ ഫോണുകളും കണ്ടെത്തുന്നതിന് പ്രതിയുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ലൈംഗിക വൈകൃതം, അതിജീവിതയുടെ വീഡിയോകൾ ചിത്രീകരിക്കുക, നഗ്ന വീഡിയോകൾ ചിത്രീകരിക്കുക, അതിനുശേഷം അതുപയോഗിച്ചുകൊണ്ട് ഈ ഭീഷണിപ്പെടുത്തുക, അങ്ങനെ ചെയ്യുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ടെത്തണമെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനകൾ നടത്തി ആ വിവരങ്ങൾ കണ്ടെത്തണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ വേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി ധാരാളം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നത് ആയവകൾ കേസിന്റെ തെളിവുകളിലേക്ക് ബന്ധവസ്ഥയിൽ എടുക്കുന്നതിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് പ്രതിക്ക് ധാരാളമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ, ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ്. മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഐഫോൺ അടക്കം ഈ യുവതി വാങ്ങി നൽകിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രാഹുലിന്റെ സഹായികളായിട്ടുള്ള ആളുകൾക്കും സമാനമായ ഈ കുറ്റകൃത്യത്തിനകത്ത് ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.